പ്രായൻ എന്ന ചിത്രത്തിന് ശേഷം ധനുഷിൻ്റെ സംവിധാനത്തിൽ ഈ വർഷം തിയേറ്ററിലൂടെ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിലാവ്ക്ക് എന്മേൽ എന്നടി കോപം. അപ്പം ധനുഷ് അഭിനയിക്കാതെ അതിനകത്ത് കുറച്ച് യങ് പിള്ളേഴ്സ് എല്ലാം വന്ന ഒരു പുതിയ സിനിമയായിരുന്നു അത്. ഇപ്പം ആമസോൺ പ്രൈമിലൂടെ അത് റിലീസായിട്ടുണ്ട്. തിയേറ്ററിൽ വന്ന സമയത്ത് എനിക്ക് കാണാനൊരു പേഴ്സണലി ട്രെയിലറൊന്നും കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു OTT ഇറങ്ങുമ്പോൾ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് മാറ്റി വെച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോഷായ്. നിലാവ്ക്ക് എന്മേൽ എന്നടി കോപം. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ധനുഷാണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ധനുഷ് തന്നെയാണ്. ധനുഷ് മാത്രമല്ല, 1-2 വേറെ ടീംസും ഉണ്ട്. RK പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറയുന്ന കമ്പനിയും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ധനുഷാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. ഇതിൻ്റെ മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് മൊത്തം ഒരു യങ്സ്റ്റേഴ്സാണ്. അതിലെ പവീഷ് നാരായണൻ എന്ന് പറയുന്നത് ധനുഷിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആ പയ്യൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. പയ്യനാണ് മെയിൻ ലീഡ് റോളായിട്ട് ചെയ്യുന്നത്, മെയിൻ നായകൻ്റെ ഒരു കഥാപാത്രം ചെയ്യുന്നത്. ഇപ്പോൾ നായകൻ്റെ കൂട്ടുകാരനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള മാത്യു തോമസ് ആണ്. അതുപോലെ തന്നെ നായികയുടെ റോൾ ചെയ്തിരിക്കുന്നത് അനിഖ സുരേന്ദ്രനാണ്. പിന്നെ പ്രിയ വാര്യറുണ്ട്, അതുപോലെ തന്നെ ശരത് കുമാറുണ്ട്. ഒരു പാട്ടിലായിട്ട് GV പ്രകാശ് വന്നു പോകുന്നുണ്ട്, ഒരു പാട്ടിലായിട്ട് പ്രിയങ്ക മോഹൻ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരൊക്കെ, ഒരു യങ്സ്റ്റേഴ്സൊക്കെ നിറഞ്ഞ പിള്ളേരുടെ ഒരു പടം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ സിനിമ കുറേ നാളുകൾക്ക് മുമ്പ് ധനുഷിൻ്റെ വൈഫിൻ്റെ അനിയത്തി ഐശ്വര്യ എന്നാണോ അതിൻ്റെ പേര്, വേറെന്തോ പേരാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ചെയ്യാൻ വെച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റും ഒരു കഥയൊക്കെ ആയിരുന്നു നിലാവ്ക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറയുന്നൊരു കഥ. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് 2 യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സ് തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഒരാളുടെ വീട്ടിൽ സമ്മതിക്കുന്നില്ല, ഒരാളുടെ വീട്ടിൽ സമ്മതിക്കും. ഒരാളുടെ ചെറുക്കൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടും പെണ്ണിൻ്റെ വീട്ടിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവരെങ്ങനെ അതിനെ സോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു. അവർക്കിടയിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പിന് ശേഷം ഒരാളുടെ കല്യാണം വരുന്നു, ആ കല്യാണത്തിന് ക്ഷണക്കത്ത് വരുന്നു. പിന്നീട് ആ കല്യാണം കൂടാൻ പോകുന്നു. കല്യാണം കൂടുന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, തിരിച്ച് ഇവർ വീണ്ടും ഒന്നാവുന്നുണ്ടോ അതോ രണ്ടായി പോകുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന മൊത്തം ഒരു കോമഡി രീതിയിൽ പറയുന്ന ഒരു സിനിമയാണ്. ബേസിക്കലി ഇതുപോലത്തെയുള്ള ഒരുപാട് സിനിമകൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സിനിമ കണ്ടിട്ട് അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ 2 മണിക്കൂർ, ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ ലിറ്ററലി വെറുപ്പിക്കുകയും ബോറടിപ്പിക്കുകയും ചെയ്തൊരു സിനിമയാണ് നിലാവ്ക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ ടൈറ്റില് ഭയങ്കര മാച്ചായിട്ട് എനിക്ക് തോന്നി. ധനുഷിന് എന്നടാ നമ്മമേൽ ഇത്ര കോപം എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പോകും. കാരണം എന്താണ് ഡയറക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പടം എടുത്തതിൻ്റെ ഒരു ചേതോവികാരം എന്തായിരുന്നു പോലും മനസ്സിലാകുന്നില്ല. എന്ത് ത്രെഡാണ് പുള്ളിയെ സ്ട്രൈക്ക് ചെയ്യിപ്പിച്ചതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച സിനിമ ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിഖ സുരേന്ദ്രനാണ്. പുള്ളിക്കാരത്തെ കൊണ്ട് ആ ഒരു ലെവൽ ഓഫ് ഒരു നായിക എന്ന് പറയുന്നൊരു സാധനം പറ്റുന്നില്ല. കാരണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വളരെയധികം പുള്ളിക്കാരുടെ കയ്യിൽ നിന്നെല്ലാം പോയി. ഓവർ ആക്ടിങ്ങിൻ്റെ ഉച്ചഘട്ടം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അതിൻ്റെ ഒരു ബിഹേവിങ്ങും പരിപാടികളും. അതിൻ്റെ ഓരോ സീൻ ബൈ സീനും നമുക്ക് ഇതിന് ക്യൂട്ടാണെന്ന് കാണിക്കാൻ വേണ്ടി ക്യൂട്ട്നെസ് വാരി വിതറുക, വലിച്ചെറിയുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു നറേഷൻ പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പവീഷ് നാരായണൻ എന്ന് പറയുന്ന പയ്യൻ, പുള്ളിയുടെ ഒരു ആക്ടിങ് പോലും ധനുഷിൻ്റെ ഒരു നിഴലടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും ധനുഷിൻ്റെ അതേ മാനറിസവും അതേ ജസ്റ്റേഴ്സും എല്ലാം പലയിടത്തും കടന്നു വരുന്നുണ്ട്. കാരണം ധനുഷ് ക്യാമറയുടെ പുറകിൽ നിന്ന് ആക്ഷൻ പറയുന്നതുകൊണ്ട് തന്നെ ഈ സീനുകൾ പുള്ളി ആക്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ അതേപടി കോപ്പി ചെയ്ത് ചെയ്യാൻ ഇവരെല്ലാം ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെയും ഒരു മരുഭൂമിയിലൊരു പച്ചപ്പ് എന്ന് പറയുന്ന പോലെ മാത്യുവിൻ്റെ ക്യാരക്ടർ എനിക്ക് മാത്യു തോമസിൻ്റെ ക്യാരക്ടർ എനിക്ക് കുറച്ചൊന്ന് സാറ്റിസ്ഫാക്ഷൻ നൽകി. പക്ഷേ മാത്യുവിന് കൊടുത്ത ഡബ്ബിങ് ഭയങ്കരമായിട്ട് നിരാശ നൽകി. മാത്യുവിൻ്റെ സൗണ്ട് തന്നെ വരികയായിരുന്നു കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നി. ഇതൊരു വല്ലാത്തൊരു ഡബ്ബിങ്ങും ആയിപ്പോയി. പക്ഷേ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫൺ, നമുക്ക് അത്രയും ഒരു
അലമ്പ് കാണുന്നതിൻ്റെ ഇടയിൽ പുള്ളിയുടെ ഒരു റോള് ഓക്കെ എന്നുള്ളൊരു ഫീല് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ബാക്കി പ്രിയവാരനൊന്നും ചെയ്യാനില്ല പടത്തിൻ്റെ അകത്തൊന്നും. ഇതിൽ അടുത്തൊരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനുഷിൻ്റെ ഒരു അപ്രോച്ചാണ്. VIP എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. VIPയിലെ ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്, നല്ല രീതിയിൽ രജിസ്റ്റർ ആയിട്ടുമുണ്ട്. ആ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും തന്നെ അതേപടി കോപ്പി പേസ്റ്റ് അടിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം. ജീവി പ്രകാശ് അതിന് കൂട്ടുനിന്നത് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ജീവി പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് യുണീക്ക് സാധനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത് പക്ക VIP നമ്മൾ കണ്ട പാട്ട് അതേപടി കോപ്പി ചെയ്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ചെയ്ത പോലത്തെ ഒരു ഫീല് മാത്രം. പടം തുടങ്ങി തീരുന്നവരെ അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതേ പാട്ട്, അതേ സ്റ്റൈലിലുള്ളൊരു പാട്ട്. എനിക്കൊന്ന് ആ റെഫറൻസ് അതേപടി എടുത്ത് കൊടുത്തിട്ട് മറ്റേ നമ്മുടെ CID മൂസയ്ക്കകത്ത് പറയുന്ന പോലെ SI സാറിൻ്റെ കയ്യിരിക്കുന്ന കൂട്ടൊരു ഫോൺ എനിക്ക് തരാമോ, അതെന്തിനാ അത് തന്നെ അടിച്ചു തരുമല്ലോ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. ലിറ്ററലി എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി. എന്തിന് ധനുഷ് ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റായൻ എനിക്ക് പേഴ്സണലി എനിക്കൊരു ഓക്കെ ഫീൽ നൽകിയൊരു സിനിമയാണ്. പക്ഷേ ഫിനാൻഷ്യലി പടം ഫെയിലായിരുന്നു. ഈ പടം തിയേറ്ററിൽ ഫെയിലായിരുന്നു. എനിക്ക് സിനിമ തുടങ്ങിയ സമയത്ത് എനിക്ക് ആ ഒരു പേസും കാര്യങ്ങളും അതിൻ്റെ ഒരു മൂഡിലേക്കൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞ് എങ്ങോട്ടോ പോയി. സിനിമയൊക്കെ കൊണ്ട് നിർത്തുന്നതൊക്കെ അതിനെക്കാട്ടിലും വലിയ കോമഡി രീതിയിലാണ്. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ നേരം പോകാൻ വേണ്ടി കണ്ടൊരു സിനിമയാണ്. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്കൊട്ടും വർക്കൗട്ട് ആകാത്തൊരു സിനിമയാണ്. റെക്കമെൻഡ് ചെയ്യുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നല്ല പോസിറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടാവണം. ആ പോസിറ്റീവാണ് ഞാൻ മാത്യുവിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാതൊരു പോസിറ്റീവ് എനിക്ക് ഇതിനകത്തൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുറേ അറ്റംപ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും സ്ക്രിപ്റ്റ് വൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും വർക്കൗട്ട് ആകാത്തൊരവസ്ഥയാണ് വന്നത്. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഓൾറെഡി ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ പീസ് ഔട്ട്.